അയോണിക് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്താണ് അയോണിക് ബോണ്ട് എന്ന് ആദ്യമേ പഠിക്കാം. ഈ ഒരു പേരിൽ തന്നെയുണ്ട് അയോണിക് ബോണ്ട്. അയോണുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ വഴി ഫോം ചെയ്യുന്ന ബോണ്ട്. അപ്പോൾ അയോൺ ആരാണെന്ന് തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ആരെയാ അയോൺ എന്ന് വിളിക്കുന്നത്? ഒരാറ്റം ഇലക്ട്രോണിനെ വാങ്ങുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ചാർജ് ഉള്ള ആളുകളെയാണ് നമ്മൾ അയോൺ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള? ഒരാറ്റം ഇലക്ട്രോണിനെ വാങ്ങുകയാണെങ്കിൽ, ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ചാർജ് ആനയോണുകൾ കിട്ടും. ഒരാറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോണുകളെയും കിട്ടും. ഇങ്ങനെ നമ്മൾ പഠിച്ചോണ്ടല്ലോ. അപ്പോൾ ഒരാറ്റം ഈ പറയുന്ന ആറ്റം ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാം. ആറ്റം ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണുകളെ കിട്ടുന്നു. ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ചാർജുള്ള ആനയോണുകളെ കിട്ടുന്നു. ഓക്കെ, ഈ കാറ്റയോണുകളും ആനയോണുകളും ഓപ്പോസിറ്റ് ചാർജുള്ള ആളുകളാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണിൻ്റെയും നെഗറ്റീവ് ചാർജുള്ള ആനയോണിനും ഇടയിലുണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. അയോണിക് ബോണ്ട് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളെ നമുക്ക് അയോണിക് കോമ്പൗണ്ട് എന്നും വിളിക്കാം. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ. അയോണിക് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്. അയോണിക് ബോണ്ടിന്റെ മറ്റൊരു പേരാണെന്ത്? ഇലക്ട്രോവാലന്റ് ബോണ്ട്. ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ടു ഓർ മോർ ആറ്റംസ് ആസ് എ റിസൾട്ട് ഓഫ് ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ ഈസ് കോൾഡ് അയോണിക് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്. ദാ ഇലക്ട്രോണിന്റെ എന്താ ഇവിടെ നടക്കുന്നത്? കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. എക്സാമ്പിളുകൾ കാണുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കാം കേട്ടോ. അതായത് ആറ്റത്തിന്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നു. മക്കളെ, ഏതാ നമുക്കിപ്പോൾ പൊതുവെ അയോണിക് ബോണ്ടിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പറയുന്ന എക്സാമ്പിൾ ആരാ? സോഡിയം ക്ലോറൈഡ്. ഞാൻ ആ ക്ലിഷേ വിട്ട് പിടിക്കുന്നില്ല. അപ്പോൾ സോഡിയം ക്ലോറൈഡിനെ തന്നെ നമ്മൾ എടുക്കുന്നു. മക്കളെ, സോഡിയം ക്ലോറൈഡിനകത്ത് സോഡിയം എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന സോഡിയം സ്റ്റേബിൾ ആണോ? അല്ല. ഇയാൾക്ക് സ്റ്റേബിൾ ആകണം എന്ത് വേണം? ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആകണം. ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആകാൻ സോഡിയം എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ദാ Na gives Na++1 ഇലക്ട്രോൺ. ഓക്കെ, അടുത്ത രണ്ടാമതായിട്ട് ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ആറ്റം. മക്കളെ, ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റം ഒരു ഇലക്ട്രോണിനെ മേടിച്ച് എന്തായിട്ട് മാറുന്നു? Cl- അയോൺ ആയിട്ട് മാറുന്നു. ഈ പോസിറ്റീവ് ചാർജുള്ള Na+ഉം നെഗറ്റീവ് ചാർജുള്ള Cl- അടുത്തടുത്ത് വരുന്ന സമയത്ത് ഇവർക്കിടയിൽ എന്തുണ്ടാകുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുന്നു. ഇതിന്റെ ഫലമായിട്ട് ഇവർ കൂടിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അയോണിക് ബോണ്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോവാലന്റ് ബോണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അയോണിക് ബോണ്ട് കിട്ടണമെങ്കിൽ ഇലക്ട്രോണിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ നടക്കണം. ശരിയല്ലേ മക്കളെ? ഒരു ആറ്റം പൂർണ്ണമായി ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം, മറ്റൊരു ആറ്റം പൂർണ്ണമായി ഇലക്ട്രോണിനെ മേടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? അയോണിക് ബോണ്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ദാ നോക്കിക്കോ. ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ ആറ്റം ലൂസസ് ഇലക്ട്രോൺ. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നു. ഇലക്ട്രോ നെഗറ്റീവ് നോൺ മെറ്റൽ ആറ്റം ഗെയിൻസ് ഇലക്ട്രോൺ. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള നോൺ മെറ്റലുകൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ കാറ്റയോൺ ആൻഡ് ആനയോൺ ഈസ് കോൾഡ് അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഈ ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്തിന് കാരണം? അയോണിക് ബോണ്ടിന് കാരണം. ഓക്കെ ആണോ? ദാ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ആൻ ഇലക്ട്രോവാലന്റ് ലിങ്കേജ് ഈസ് ടേംഡ് ആസ് ഇലക്ട്രോവാലൻസി ഓഫ് ദി എലമെന്റ്. ഒരാറ്റം എത്ര ഇലക്ട്രോണിനെയാണോ വാങ്ങുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നത്, ആ എണ്ണത്തിനെയാണ് നമ്മൾ അതിന്റെ ഇലക്ട്രോവാലൻസി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തില്ല, അതിന്റെ ഇലക്ട്രോവാലൻസി 1 ആണ്. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ മേടിച്ചില്ല, അതിന്റെ ഇലക്ട്രോവാലൻസി 1 ആണ്. മക്കളെ, നമ്മൾ മഗ്നീഷ്യത്തിനെ എടുത്താൽ അയാൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന കാണാൻ പറ്റും. അയാളുടെ ഇലക്ട്രോവാലൻസി 2 ആണ്. അപ്പോൾ ഒരു എന്താ ഇലക്ട്രോവാലൻസി എന്ന് വെച്ചാൽ, ഇതുപോലെ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ആറ്റം എത്ര ഇലക്ട്രോണിനെയാണോ വാങ്ങുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നത്, ആ എണ്ണമാണ് എന്ത്? ഇലക്ട്രോവാലൻസി എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക.
ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? സെറ്റല്ലേ ആ പറഞ്ഞ കാര്യം? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇതാ ഈ പറയുന്ന ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്, അതായത് ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസത്തിന്, അതായത് നമുക്കിപ്പോൾ അറിയാം ഒരു മെറ്റൽ കാണും, ഒരു നോൺ മെറ്റൽ കാണും. ഈ മെറ്റൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമെന്ന് നമുക്കറിയാം, നോൺ മെറ്റൽ ഇലക്ട്രോണിനെ മേടിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് അവിടെ ഈ പറയുന്ന ഒരു ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രാധാന്യമാണ് ഉള്ളതെന്ന് മക്കളെ നമുക്കൊന്ന് നോക്കിക്കളയാം. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നേച്ചർ ഓഫ് അയോണിക് ബോണ്ട്. ഈ രണ്ട് ആളുകൾക്കും ഇടയിലുള്ള, ഈ രണ്ട് എലമെന്റുകൾക്കും ഇടയിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം കൂടുന്നതിനനുസരിച്ച് അയോണിക് ക്യാരക്ടർ കൂടുമെന്നാണ് പറയുന്നത്. അയോണിക് ബോണ്ടിന്റെ ആ ഒരു അയോണിക് താല്പര്യം എന്ത് ചെയ്യും? കൂടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദാ എക്സാമ്പിൾ നോക്കിയോ മക്കളെ. 1A എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ്. ആൻഡ് 7A എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ 17ാമത്തെ ഗ്രൂപ്പാണ്. എലമെന്റ്സ് മോസ്റ്റ്ലി ഫോം അയോണിക് കോമ്പൗണ്ട്സ്. ഈ പറയുന്ന എലമെന്റുകൾ പ്രധാനമായിട്ടും എന്താണ് ഫോം ചെയ്യാറുള്ളത്? അയോണിക് കോമ്പൗണ്ട്. നമ്മൾ ഇതാ കണ്ട എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിന്റെ എക്സാമ്പിൾ, സോഡിയം 281, ക്ലോറിൻ 287. സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോണിനെ ആര് മേടിക്കുന്നു? ക്ലോറിൻ മേടിക്കുന്നു. സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് എന്തായി? Na+ ആയി. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ മേടിച്ച് എന്തായി? Cl- ആയി. ദാ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടി, നിയോൺ ലൈക്ക് കോൺഫിഗറേഷൻ. ഇവിടെയും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടി, ആർഗൺ ലൈക്ക് കോൺഫിഗറേഷൻ. ഇപ്പൊ ഇയാൾക്കൊരു പോസിറ്റീവ് ചാർജ് ഇല്ലേ? ഇപ്പൊ ഇയാൾക്കൊരു നെഗറ്റീവ് ചാർജ് ഇല്ലേ? ഇതുവഴി ഇവർ തമ്മിൽ കൂടിച്ചേരും എന്തായിട്ട് മാറും? സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറും. ഇതും കൂടെ നോക്കിയേ മക്കളെ. ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ആൻ അയോണിക് ബോണ്ട് ഒക്ടറ്റ് വിൽ ബി കംപ്ലീറ്റഡ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അയോണിക് കോമ്പൗണ്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒക്ടറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അയോണിക് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ എന്ത്? ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്തിരിക്കും അവർ. ഓക്കെ, അപ്പൊ അയോണിക് ബോണ്ടിന്റെ ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക. ഓക്കെ ആണേ. മറ്റു ചില എക്സാമ്പിളുകൾ നോക്ക് മക്കളെ. മഗ്നീഷ്യം 12 അറ്റോമിക് നമ്പർ 282. ഓക്സിജൻ 8 അറ്റോമിക് നമ്പർ 26. മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ഓക്സിജൻ ആ 2 ഇലക്ട്രോണിനെ മേടിക്കുന്നു. ഓക്കെ ആണോ? ഇവരെന്തായിട്ട് മാറുന്ന കാണാൻ പറ്റും? MgO എന്ന് പറയുന്ന മഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് മാറുന്ന കാണാൻ പറ്റും. ഇനി മക്കളെ നിങ്ങൾ ആലോചിക്കുക, അതാ മഗ്നീഷ്യം എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു? 2. മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോ വാലൻസി 2. ഓക്സിജൻ എത്ര ഇലക്ട്രോണിനെ മേടിച്ചു? 2. ഓക്സിജന്റെ ഇലക്ട്രോ വാലൻസി 2. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതുപോലെ കാൽഷ്യം ക്ലോറൈഡ് നോക്കണം മക്കളെ. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 അല്ലേ? 2882. ഓക്കെ, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. ആ 2 ഇലക്ട്രോണിനെ മേടിക്കാനായിട്ട് ഇവിടെ ആരാ വന്നിരിക്കുന്നത്? ക്ലോറിൻ. പക്ഷെ ഒരു ക്ലോറിന് 2 ഇലക്ട്രോൺ വേണോ? വേണ്ട. സോ എത്ര ക്ലോറിൻ വന്നിട്ടുണ്ട് മക്കളെ? 2 ക്ലോറിൻ വന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ മേടിക്കുന്നു, ഒരു ഇലക്ട്രോണിനെ ഈ ക്ലോറിൻ മേടിക്കുന്നു. കാൽഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, അയാളുടെ ഇലക്ട്രോ വാലൻസി 2. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ മേടിച്ചോളൂ, അയാളുടെ ഇലക്ട്രോ വാലൻസി 1. ഇനി ഇതിന്റെ ഫോർമുല CaCl2 കാൽഷ്യം ക്ലോറൈഡ് നമുക്കറിയാം. ഓക്കെ, എങ്കിൽ ഇവിടെ കാൽഷ്യം ഓക്സൈഡ് നോക്കൂ മക്കളെ. കാൽഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ഓക്സിജൻ 2 ഇലക്ട്രോണിനെ മേടിക്കുന്നു. നമുക്ക് കിട്ടി CaO കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യത്തിന്റെ ഇലക്ട്രോ വാലൻസി 2, ഓക്സിജന്റെ ഇലക്ട്രോ വാലൻസി 2. കണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഓർക്കുക. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നേച്ചർ ഓഫ് അയോണിക് ബോണ്ട്. ഈ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾ തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം കൂടുമ്പോൾ അവരുടെ അയോണിക് ക്യാരക്ടറും എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നോക്കടാ മക്കളെ. സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. ആ ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. സോഡിയം ഇലക്ട്രോണിനെ കൊടുത്തതിന്റെ ഫലമായിട്ട് എന്തായിട്ട് മാറി? Na+ എന്ന് പറയുന്ന കാറ്റയോൺ ആയിട്ട് മാറി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ സൈസ് ഓഫ് കാറ്റയോൺ ഈസ് ലെസ്സർ ദാൻ ദി പേരന്റ് ആറ്റം. പഠിച്ചിട്ടില്ലേ? അതുപോലെ ക്ലോറിൻ എന്ന് പറയുന്ന ആൾ ഈ വരുന്ന ഒരു ഇലക്ട്രോണിനെ മേടിച്ചു, Cl- അയോൺ ആയിട്ട് മാറി. മക്കളെ, Cl- അയോൺ ആയിട്ട് മാറി, ആനയോൺ ആയിട്ട് മാറി. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈസ് ഓഫ് ആനയോൺ ഈസ് ലാർജർ ദാൻ എന്ത്? പേരന്റ് ആറ്റം എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ കൂടിച്ചേർന്ന് എന്ത്? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ആളിന്റെ അയോണിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലുള്ള ചിത്രങ്ങൾ കാണുന്നത് എപ്പോഴും നല്ലതാണ് മക്കളെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടെ തറവാൻ. കാര്യം 1000 വാക്കുകളെക്കാൾ നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഇമേജുകൾ നമ്മൾ ഇതിലോട്ട് ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണേ? ഓക്കെ ആണേ? അടുത്തത് നമ്മൾ പറയട്ടെ മക്കളെ. മെക്കാനിസം ഓഫ് ഫോർമേഷൻ ഓഫ് അയോണിക് കോമ്പൗണ്ട് ഓർ അയോണിക് ക്രിസ്റ്റൽ ലാറ്റൈസ്. എങ്ങനെയാണ് ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം.
ഈ ക്രിസ്റ്റൽ ലാറ്റൈസ് എന്ന് പറയുന്ന ടേം ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ +2 നിന്ന് ഡിലീറ്റ് ആയി പോയൊരു ചാപ്റ്റർ ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അവിടെ പഠിക്കുന്നതാണ്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല മക്കളെ, ഈ പറയുന്ന സോളിഡ് ആണല്ലോ ഇതൊരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അയ്യോ, അങ്ങനെ പറയുമ്പോൾ സോളിഡുകൾ 2 തരത്തിലുണ്ട് മക്കളെ, ക്രിസ്റ്റലൈനോ അമോർഫസും 2 തരത്തിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്രിസ്റ്റലൈൻ സോളിഡിന്റെ അറേഞ്ച്മെന്റിനെയാണ്, അവിടെയുള്ള പാർട്ടിക്കിളുകൾ കമ്പോണന്റുകളുടെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ അവരുടെ ക്രിസ്റ്റൽ ലാറ്റൈസ് എന്ന് വിളിക്കുന്നത് കേട്ടോ മക്കളെ. ഈ പറയുന്ന ബോൺ ഹേബർ സൈക്കിൾ ഉപയോഗിച്ച്, ഇതിന്റെ പേരെന്താ, ബോൺ ഹേബർ സൈക്കിൾ, നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലൊരു അയോണിക് കോമ്പൗണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ആളിന്റെ കേസാണ് നമ്മൾ എടുക്കുന്നത് മക്കളെ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം സോളിഡ് ആയിട്ടുള്ള സോഡിയം, അതുപോലെ തന്നെ ഗ്യാസ് ആയിട്ടുള്ള ക്ലോറിൻ, ഇവർ രണ്ടുപേരും കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, സോളിഡ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് കിട്ടേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എനർജി ഉണ്ടാകും. ആ എനർജിയെ നമ്മൾ ΔHF എന്ന് കാണിക്കും. അതിനെ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നാണ്. ഈ ΔHFനെ വിളിക്കുന്ന പേരെന്തുവാ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ΔHFനെ വിളിക്കുന്ന പേരാണെന്ത്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എന്താണ് ഇത് എന്ന് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയേ, സോളിഡ് ആയിട്ടുള്ള സോഡിയം ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ക്ലോറിൻ ഗ്യാസ് ഉണ്ട്. ഇവർ കൂടി ചേർന്ന് എന്തായിട്ട് മാറുന്നു, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന അയോണിക് കോമ്പൗണ്ട്, അയോണിക് സോളിഡ് ആയിട്ട് മാറുന്നു. മക്കളെ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഇത് ഒറ്റ സ്റ്റെപ്പിൽ കൂടിച്ചേരാൻ നേരം ഉണ്ടാകുന്ന എനർജിയാണല്ലോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എന്നാൽ ഇത് ശരിക്കും ഒറ്റ സ്റ്റെപ്പുകളായിട്ടല്ല നടക്കുന്നത്. ആദ്യമേ ഈ സോളിഡ് ആയിട്ടുള്ള സോഡിയത്തിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഗേഷ്യസ് രൂപത്തിലുള്ള സോഡിയമാക്കി മാറ്റണം. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. ഓക്കെ, ഒരു സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് എന്ത്, സബ്ലിമേഷൻ. അതിനാവശ്യമുള്ള എനർജിയാണ് സബ്ലിമേഷൻ എൻതാൽപ്പി. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ഓരോരുത്തരുടെയും പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. സബ്ലിമേഷൻ എൻതാൽപ്പി, അതിന്റെ ΔH എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുത്താൽ മാത്രമേ ഈ സോളിഡിനെ എന്താക്കാൻ പറ്റൂ, ഗ്യാസ് ആക്കാൻ പറ്റൂ. അടുത്തതായിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ സോഡിയം എന്ന് പറയുന്ന ഗേഷ്യസ് ആറ്റം അല്ലേ ഉള്ളത്. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ -1 ഇലക്ട്രോൺ എന്ന് ഞാൻ കാണിക്കുവാണേ. ഇതിന്റെ ഔട്ടർ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ ഇത് എന്തായിട്ട് മാറുന്ന കാണാൻ പറ്റും, ഒരു പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറുന്ന കാണാൻ പറ്റും. അതിനാവശ്യമുള്ള എനർജിയെ നമ്മളൊരു പേര് വിളിക്കുമല്ലോ, അയണൈസേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി. ഇനി മക്കളെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്ന് നമ്മൾ ഒരു ഇലക്ട്രോണിനെ പുറത്തിറക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസും ആ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനെ ഭേദിക്കണം, ബ്രേക്ക് ചെയ്യണം. അതിന് നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കണം. അങ്ങോട്ട് എനർജി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ എൻതാൽപ്പിയും എന്തായിരിക്കും, ΔH എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള എൻതാൽപ്പീസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? അടുത്ത ക്ലോറിന്റെ കേസ് മക്കളെ, നമ്മുടെ കയ്യിൽ Cl2 എന്ന് പറയുന്ന ക്ലോറിൻ ഗ്യാസ് ആണുള്ളത്. ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോറിൻ ആറ്റം ആക്കി മാറ്റണം. ഇതിനാവശ്യമുള്ള എനർജിയെ നമുക്ക് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്ന് വിളിക്കാം. ആ ഒരു പേരിലോട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ എത്തത്തേ ഉള്ളൂ. നമ്മൾ ഇവിടെ പറയുന്നു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. എന്താണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി? ഇവിടെ 2 പേരുണ്ടായുണ്ട്. കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരാളിന്റെ അല്ലേ, അതുകൊണ്ടാണ് BdE/2 എന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അപ്പൊ ഇവിടെയും 2 ക്ലോറിൻ ആറ്റം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. 2 ക്ലോറിൻ ആറ്റം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇവർക്കിടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പുതിയ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുമെങ്കിൽ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കണം, എനർജി കൊടുക്കണം. അതുകൊണ്ട് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ΔH അതും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഇതിനെ നമുക്ക് എന്തെന്നും വിളിക്കാം, എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്നും വിളിക്കാം. എന്തെന്നും വിളിക്കാം, എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്നും വിളിക്കാം. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഈ ക്ലോറിൻ ആറ്റം ഇല്ലേ, ഇയാൾ ഒരു ഇലക്ട്രോണിനെ വേടിക്കുന്നു. ഇയാൾ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, വേടിക്കുന്നു. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോണിനെ വേടിച്ചാൽ ഒരു നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറും, ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറും. എങ്കിൽ ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് ഇതിനെ ഒരു നെഗറ്റീവ് ചാർജുള്ള അയോൺ ആക്കി നമ്മൾ മാറ്റുന്നു, യൂണി നെഗറ്റീവ് അയോൺ ആക്കി മാറ്റുന്നു. ഇതിനാവശ്യമുള്ള എനർജിയെ നമ്മൾ ഒരു പേര് വിളിക്കത്തില്ലേ മക്കളെ, ഇലക്ട്രോൺ
ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് നമ്മൾ വിളിക്കത്തില്ലേ, ഇത് നെഗറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇത് നെഗറ്റീവ് ആണ്. അതിങ്ങനെ നമുക്ക് ആര് കിട്ടി? Cl- എന്ന് പറയുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അയോണിനെ കിട്ടി. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള Na+ സോഡിയം കാറ്റയോൺ, നെഗറ്റീവ് ചാർജുള്ള Cl- ക്ലോറൈഡ് അയനയോൺ, ഇവർ തമ്മിൽ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറുന്നു? സോളിഡ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് NaCl ആയിട്ട് മാറുന്നു. മക്കളെ, ഇതിനാവശ്യമുള്ള എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് Le എന്ന് നമ്മൾ കാണിച്ചില്ലേ, ലാറ്റൈസ് എൻതാൽപ്പി. അപ്പോൾ എന്താണ് ലാറ്റൈസ് എൻതാൽപ്പി എന്നുള്ളത് തൊട്ടടുത്ത ലെക്ചറിൽ നമ്മൾ ലാറ്റൈസ് എൻതാൽപ്പിയെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറയുന്നു, എൻ്റെ കയ്യിലുള്ള ഗേഷ്യസ് രൂപത്തിലുള്ള അയോണുകളെ ഒരു അയോണിക് സോളിഡ് ആക്കി മാറ്റുന്നതിന് ആവശ്യമുള്ള എനർജിയാണ് നമ്മൾ ലാറ്റൈസ് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ആൻഡ് മക്കളെ, ഈ ഒരു കാര്യം കൂടി ഓർത്തിരുന്നോ, ലാറ്റൈസ് എൻതാൽപ്പി ഈസ് നെഗറ്റീവ്. ഇത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒരു സൈക്ലിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോൺ ഹേബർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ബോൺ ഹേബർ സൈക്കിൾ പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ദ ടോട്ടൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ΔHF ഈക്വൽ ടു, അതായത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ എനർജി എന്ന് പറയുന്നത് ഓരോ എനർജീസിൻ്റെ സം ആയിരിക്കും. അതായത് സബ്ലിമേഷൻ എനർജി പ്ലസ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ പ്ലസ് എന്താ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ബൈ 2 പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് ലാറ്റൈസ് എൻതാൽപ്പി. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഈ എഴുതുന്നതും ഒരു ലോയാണ്. ഇതിനെ നമ്മൾ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിലോട്ടൊക്കെ നമുക്ക് വഴിയേ വരാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഒരു അയോണിക് കോമ്പൗണ്ട് എങ്ങനെയാണ് ഫോം ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇതാ ഒരു കാര്യം കൂടെ നോക്കിക്കോ, ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ അയോണിക് കോമ്പൗണ്ട് ഫോർമേഷൻ. ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ട ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് സബ്ലിമേഷൻ എനർജി പ്ലസ് അയണൈസേഷൻ എൻതാൽപ്പി പ്ലസ് ഹാഫ് ഇൻറ്റു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി പ്ലസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പ്ലസ് ലാറ്റൈസ് എൻതാൽപ്പി. ഇതിൽ ആദ്യം പറഞ്ഞ 3 പേര് എൻഡോതെർമിക് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. കാര്യം അവിടെ ΔH പോസിറ്റീവ് ആണെന്ന് നമ്മൾ കണ്ടു. രണ്ടാമത് പറഞ്ഞ 3 പേര് എക്സോതെർമിക് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ΔH നെഗറ്റീവ് ആണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ മക്കളെ, ഒരു പ്രോസസ്സ് പെട്ടെന്ന് നടക്കണമെങ്കിൽ, എളുപ്പത്തിൽ നടക്കണമെങ്കിൽ അതിൻ്റെ ഓവറാൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ല ഗിബ്സ് എനർജി ചേഞ്ച് നെഗറ്റീവ് ആയിരിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പാഠത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതാ നോക്കി വെച്ചോ മക്കളെ, ലോ സബ്ലിമേഷൻ എൻതാൽപ്പി, ലോ അയണൈസേഷൻ എൻതാൽപ്പി, ലോ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. കാര്യം ഇതെല്ലാം ഇവർ അബ്സോർബ് ചെയ്യുന്ന എനർജീസ് ആണ്. ഇവർ അബ്സോർബ് ചെയ്യുന്ന എനർജീസ് എല്ലാം കുറവായിരിക്കണം. അതുപോലെ തന്നെ ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഹൈ ലാറ്റൈസ് എൻതാൽപ്പി, ഇതെല്ലാം ഇവർ റിലീസ് ചെയ്യുന്ന എനർജികളാണ്. റിലീസ് ചെയ്യുന്ന എനർജികളുടെ അളവ് കൂടുതലായിരിക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? ഇവര് അബ്സോർബ് ചെയ്യുന്ന എനർജി കുറവ്, റിലീസ് ചെയ്യുന്ന എനർജി കൂടുതൽ. ഇങ്ങനെ സംഭവിച്ചാൽ അവിടുത്തെ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻതാൽപ്പി ചേഞ്ച്, അതായത് ഇവർ റിലീസ് ചെയ്യുന്ന എനർജിയുടെ അളവ് കൂടുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും എന്നുള്ള കാര്യം അത് നമുക്ക് 3 കേസുകളായിട്ട് ഇവിടെ കാണാൻ പറ്റും. കേസ് നമ്പർ 1 എന്താന്ന് നോക്ക് മക്കളെ. ഇഫ് ΔHF ഈസ് മോർ നെഗറ്റീവ് ദെൻ ദ കോമ്പൗണ്ട് ഈസ് മോർ സ്റ്റേബിൾ. ΔHF കൂടുതൽ നെഗറ്റീവ് ആകും തോറും നമ്മുടെ കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. രണ്ടാമത്തെ കേസ് നോക്ക്. ഇഫ് ΔHF ഈസ് ലെസ് നെഗറ്റീവ് ദെൻ ദ കോമ്പൗണ്ട് ഈസ് ലെസ് സ്റ്റേബിൾ. ΔHFന്റെ നെഗറ്റീവ് വാല്യൂ കുറവാണെങ്കിൽ അത് കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. മൂന്നാമത്തെ കേസ് നോക്ക്. ഇഫ് ΔHF ഈസ് പോസിറ്റീവ് ആണെങ്കിൽ then the compound is unstable. എങ്കിൽ ആ കോമ്പൗണ്ട് എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കുമെന്നും നമുക്ക് പറയാം. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ മക്കളെ. അടുത്തതായിട്ട് നമുക്കിതാ ഒരു എളുപ്പമുള്ളൊരു 1-2 കാര്യങ്ങളും കൂടെ പറയാം. എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്. അയോണിക് കോമ്പൗണ്ടിന്റെ വ്യത്യസ്ത പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലിയർ ആണോ? ദാ ഓരോന്നായിട്ട് നോക്കാം. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ, സോ അയോണിക് ബോണ്ട് ഈസ് നോൺ ഡയറക്ഷണൽ. ഒരു അയോണിക് ബോണ്ട് എന്താണ്? നോൺ ഡയറക്ഷണൽ ആണ്. ഇന്ന ഡയറക്ഷനിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുവാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മക്കളെ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എല്ലാ ദിശയിലോട്ടുമുള്ള അട്രാക്റ്റീവ് ഫോഴ്സുകൾ എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് അയോണിക് ബോണ്ട് എന്താണ്? നോൺ ഡയറക്ഷണൽ ആണ്. കിട്ടിയോ? എ ഡെഫിനിറ്റ് 3 dimensional സ്ട്രക്ചർ ഈസ് ഫോംഡ് കോൾഡ് ക്രിസ്റ്റൽ
ലാറ്റൈസ്. ഇവിടെ മോളിക്യൂളുകൾ എല്ലാവരും കൂടിച്ചേർന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു 3D സ്ട്രക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റൈസ് എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കിട്ടിയേ, ഓക്കെ ആണേ. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. അയോണിക് കോമ്പൗണ്ട് ഡു നോട്ട് ഹാവ് മോളിക്കുലാർ ഫോമുല. അയോണിക് കോമ്പൗണ്ടിന് എന്തില്ല? മോളിക്കുലാർ ഫോമുല ഇല്ല. ഇറ്റ് ഹാസ് ഓൺലി എംപെരിക്കൽ ഫോമുല. മക്കളെ ഇതിന്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വ്യത്യസ്ത തരം മാസുകളെ പറ്റി പഠിച്ചില്ലായിരുന്നോ? അവിടെ നമ്മൾ ഫോർമുല മാസ്, ഈ പറയുന്ന അയോണിക് സോളിഡുകളുടെ കേസിൽ ഫോർമുല മാസാണ് കണക്കൂട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അയോണിക് കോമ്പൗണ്ടുകൾക്ക് എന്തില്ല? മോളിക്കുലാർ ഫോമുല ഇല്ല. ഇവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഇവർക്ക് എംപെരിക്കൽ ഫോമുല മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ NaCl ഈസ് എംപെരിക്കൽ ഫോമുല ഓഫ് സോഡിയം ക്ലോറൈഡ്. കാര്യം ഈ മോളിക്യൂളുകളെല്ലാം കൂടി ചേർന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ മോളിക്യൂളുകളെല്ലാം കൂടി ചേർന്ന് ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരൊറ്റ മോളിക്യൂളിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്ത്, ഇവരുടെ കൃത്യമായ മോളിക്കുലാർ ഫോമുല നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇവരുടെ എംപെരിക്കൽ ഫോമുല കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അതാണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണേ, ക്ലിയർ ആണേ. ഫിസിക്കൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താ മക്കളെ പറയണ്ടേ? അയോണിക് കോമ്പൗണ്ട്സ് ആർ ഹാർഡ്, ക്രിസ്റ്റലൈൻ ആൻഡ് ബ്രിട്ടിൽ ഡ്യൂ ടു സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇവർ ഹാർഡാണ്, കാഠിന്യമുള്ളവരാണ്, ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉള്ളവരാണ്, അതുപോലെ ബ്രിട്ടിൽ പൊടിയുന്ന ടൈപ്പുമാണ്. എന്താ കാരണം? ഡ്യൂ ടു സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. മക്കളെ ഒരേ ചാർജുകൾ അടുത്തടുത്ത് വന്നാൽ അവർക്കിടയിൽ റിപ്പൾഷൻ ഉണ്ടാകും. വ്യത്യസ്ത ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജുകൾ അടുത്തടുത്ത് വന്നാൽ അവർക്കിടയിൽ അട്രാക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക. സെയിം ചാർജഡ് അയോൺസ് കം നിയറർ സോ ദേ റിപ്പൽ ഈച്ച് അതർ. കണ്ടോ, ഇവിടെ ഒരേപോലുള്ള ചാർജുള്ള ആളുകൾ അടുത്തടുത്ത് വരുന്നു. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? റിപ്പല് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ക്ലിയർ ആണേ, ഓക്കെ ആണേ. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. ഇതിൻ്റെ ക്യാരക്ടറായിട്ട് നമ്മൾ പറയുന്ന, പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെ ഐസോമോർഫിസം. എന്താണ് മക്കളെ ഐസോമോർഫിസം? വ്യത്യസ്ത ആളുകൾ ഒരേ സ്ട്രക്ചർ, ഒരേ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഇരുന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോമോർഫിസം. ദേ ഹാവ് സിമിലർ ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഇപ്പൊ രണ്ടാളുകൾ ഒരേ ക്രിസ്റ്റൽ സ്ട്രക്ചറിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അവർ ഐസോമോർഫിക് ആണ്. ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഐസോമോർഫിസം എന്ന് നമുക്ക് പറയാം. ഇനി ഈ ഐസോമോർഫിസം കണ്ടുപിടിക്കാൻ രണ്ട് വഴികളുണ്ട്. അതാ നോക്കിക്കോ. Two compounds are said to be isomorphous if they have a similar number of electron as well as similar number of ion. രണ്ടാളുകളെ ഐസോമോർഫിക് എന്ന് വിളിക്കാൻ നമുക്ക് പറ്റും. എപ്പോഴാ? ഇഫ് ദേ ഹാവ് സിമിലർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അവരുടെ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. ആസ് വെൽ ആസ് സിമിലർ നമ്പർ ഓഫ് അയോൺസ്. ഇവിടെയുള്ള അയോണുകളുടെ എണ്ണം എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം. ദാറ്റ് ഈസ് സിമിലർ കോൺഫിഗറേഷൻ ഓഫ് ദിയർ കാറ്റയോൺ ആൻഡ് ആനയോൺ. ഇവരുടെ കാറ്റയോണും ആനയോണും ഒരുപോലത്തെ കോൺഫിഗറേഷൻ ഉള്ളവരാണെങ്കിൽ, ഒരു എക്സാമ്പിൾ നോക്കിയോ മക്കളെ. അയോണുകളും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? Na+, F-, Mg2+, O2- തുടങ്ങിയ ആളുകളെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കോൺഫിഗറേഷൻ നോക്കിയാൽ മക്കളെ 2-8 എന്ന രീതിയിൽ തന്നെ വരുന്നത്. അതുപോലെ തന്നെ Ca2+, 2Cl-, 2Cl-, 2K+, S-2. ഈ പറയുന്ന കാൽഷ്യത്തിൻ്റെ കൂടെയൊക്കെ കൂടിച്ചേരാൻ വേണ്ടിയാണ് കേട്ടോ രണ്ടുപേരെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, രണ്ട് പോസിറ്റീവ് ചാർജുള്ള ആളുകൾക്കോ രണ്ട് നെഗറ്റീവ് ചാർജുള്ള ആളുകൾക്കോ തമ്മിൽ കൂടിച്ചേർന്ന് ഒരിക്കലും എന്ത് ഫോം ചെയ്യാൻ പറ്റില്ല? അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന ആളുകൾ ഒരേ അയോണുകളുടെ എണ്ണമാണ്, അതുപോലെ തന്നെ എന്തും പറയാൻ പറ്റും, ഒരേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സോ ഇവർ ഐസോമോർഫസ് ആണെന്ന് നമുക്ക് പറയാം. ഇത് ഒന്നാമത്തെ ട്രിക്ക് അല്ലേ. രണ്ടാമത്തെ ട്രിക്ക് മക്കളെ, ക്രിസ്റ്റൽസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ഒരേ എണ്ണം വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ വരുന്ന ആളുകൾ ഒരേ സ്ട്രക്ചർ കാണിക്കുന്നവരായിരിക്കും. ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ .H2O എന്നിടത്തില്ലയോ, അതായത് ഡോട്ട് ഇട്ട് നമ്മൾ H2O എന്നിടത്തില്ല. ഇതിനെയാണ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സോളിഡിനെ എടുത്ത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഇവരെ തിരിച്ച് ക്രിസ്റ്റൽ രൂപത്തിലോട്ട് മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെ മാറ്റുന്ന സമയത്ത് ചില വാട്ടർ മോളിക്യൂളുകൾ ഈ പറയുന്ന സോളിഡിന്റെ ഇടയിലോട്ട് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് കയറിയിരിക്കും. ഈ വാട്ടർ മോളിക്യൂളുകളെയാണ് നമ്മൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഓക്കെ ആണേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ഗ്രീൻ വിട്രിയോൾ മക്കളെ FeSO4.7H2O, എപ്സം സാൾട്ട് MgSO4.7H2O, വൈറ്റ് വിട്രിയോൾ ZnSO4.7H2O. ഇവരെല്ലാവരും ഐസോമോർഫസ് ആണ്. കാര്യം എന്താ? ഇവിടെ എല്ലായിടത്തും എന്താ ഉള്ളത്? .7H2O ആണുള്ളത്.
ഓക്കെ ആണോ? ബട്ട് ബ്ലൂ വിട്രിയോൾ CuSO4.5H2O ഇത് എന്തല്ല, ഐസോമോർഫസ് അല്ല. കാര്യം അതിനകത്ത് എത്ര H2O ഉള്ളൂ? 5H2O ഉള്ളൂ. ഓക്കെ, ഓൾ ആലംസ് ആർ ഐസോമോർഫസ് ബിക്കോസ് ദേ ഹാവ് സെയിം ക്രിസ്റ്റൽ സ്ട്രക്ചർ. എല്ലാ ആലംസും, നിങ്ങളിപ്പോൾ പൊട്ടാഷ് ആലം എന്നൊക്കെ കേട്ടിട്ടില്ലേ മക്കളെ? ദാ അലുമിനിയവുമായിട്ട് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന സാൾട്ടുകളെയാണ് നമ്മൾ പൊതുവെ ആലംസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ദാ K2SO4.Al2SO3 ആണേ മക്കളെ. SO4 3 times dot 24H2O. ഇതിനെയാണ് നമ്മൾ പൊട്ടാഷ് ആലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെയൊക്കെ ചില സാൾട്ടുകളാണ് .12H2O ആണ് ഒട്ടുമിക്ക ആലംസിൻ്റെ കേസിലും വരുന്നത്. അപ്പോൾ ഒരേ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ആലംസ് എല്ലാം എന്തായിരിക്കും? ഐസോമോർഫസ് ആയിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്താണ് ഐസോമോർഫസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദേ ഹാവ് സെയിം ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ മക്കളെ. അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ലെക്ചറിൽ അവസാനമായിട്ട് നമ്മൾ പറയുന്ന ടോപ്പിക്കാണ് എന്ത്? ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. അപ്പോൾ അയോണിക് കോമ്പൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോന്നായിട്ട് പറയാം മക്കളെ. ഇതാ ശ്രദ്ധിച്ചോ. മെറ്റൽ ഈസ് ജനറലി എസ് ബ്ലോക്ക് ഹാവിംഗ് ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് നോൺ മെറ്റൽ ഹാവിംഗ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇപ്പോൾ എസ് ബ്ലോക്കിലുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ, ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറവുള്ള ഒരു മെറ്റലും എസ് ബ്ലോക്കിലുള്ള മെറ്റലും, അതുപോലെ തന്നെ നോൺ മെറ്റൽ ഹാവിംഗ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, വളരെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഒരു നോൺ മെറ്റലും തമ്മിൽ കൂടിച്ചേരുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത്? അയോണിക് കോമ്പൗണ്ട് കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം കിട്ടിയോ? ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1.7 ഫോർ ദി ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അയോണിക് ബോണ്ടിന്റെ ശക്തി കൂടുന്നത് എപ്പോഴാ? ഇവർക്കിടയിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്, വ്യത്യാസം കൂടുമ്പോഴാ. എങ്കിൽ ആ ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം 1.7 കഴിയും കൂടുതലാണെങ്കിൽ മാത്രമേ അവർക്കിടയിൽ എന്ത് ഫോം ചെയ്യത്തുള്ളൂ? ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. 1A 2A ആൻഡ് 3A, അതായത് 1 2 13 ഗ്രൂപ്പുകൾ ഫോം അയോണിക് ബോണ്ട് വിത്ത് 5A 15, 6A 16, 8A എന്ന് വരത്തില്ല മക്കളെ, അത് 7A ആണ് കേട്ടോ. 7A 17. ഓക്കെ, അപ്പോൾ 1 2 13 ഗ്രൂപ്പിലുള്ള ആളുകൾ 15 16 17 ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. സ്ട്രോങ് അയോണിക് ബോണ്ട്സ് ആർ ഫോംഡ് ബൈ 1A ആൻഡ് 2A വിത്ത് elements in 3A aluminum, gallium, indium, thallium forms ionic bond and form non-metals from 17A group are best. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കിടയിൽ ഫോം ചെയ്യുന്ന, അതായത് 1A 2A എന്ന് പറയുന്ന ആൾ പ്രധാനമായിട്ട് മക്കളെ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകൾ 17ാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് ഏറ്റവും ശക്തി കൂടിയ അയോണിക് ബോണ്ടുകൾ നമുക്ക് കിട്ടുന്നത്. എലമെന്റ്സ് ഫ്രം 1A ആൻഡ് 7A ഫോം സ്ട്രോങ്ങസ്റ്റ് ബോണ്ട് ഡ്യൂ ടു ലാർജ് ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഡിഫറൻസ് ഇൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അതാണ് കേട്ടോ ഡെൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെയും 17ാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റുകൾ അവർക്കിടയിലാണ് ഏറ്റവും ശക്തി കൂടിയ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്ന കാര്യം. അവർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസമുള്ളത്. ഫ്രം 1A സീസിയം, ഒന്നാമത്തെ ഗ്രൂപ്പിലെ സീസിയവും ഫ്രം 7A ഫ്ലൂറിൻ. അപ്പോൾ സീസിയവും ഫ്ലൂറിനും കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന സീസിയം ഫ്ലൂറൈഡ് ആണ് മക്കളെ സ്ട്രോങ്ങസ്റ്റ് അമോങ് ഓൾ എലമെന്റ്സ് ഫ്രം പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ 2 എലമെന്റുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് ഏറ്റവും ശക്തി കൂടിയ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ അത് ആർക്കൊക്കെ ഇടയിലായിരിക്കണം? സീസിയത്തിനും ഫ്ലൂറിനും ഇടയിലായിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 എലമെന്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയോണിക് ക്യാരക്ടർ ഓഫ് ബോണ്ട്. അപ്പോൾ ഈ പറയുന്ന 2 എലമെന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അയോണിക് ക്യാരക്ടർ കൂടും. അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പും 17ാമത്തെ ഗ്രൂപ്പും എന്ന് പറയുമ്പോൾ അവർക്കിടയിലല്ലേ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്ന, ഗ്രൂപ്പുകൾക്കിടയിൽ ഡിസ്റ്റൻസ് കാണാൻ പറ്റുന്ന. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അവരുടെ അയോണിക് ക്യാരക്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റും. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? പെർസെൻറ്റേജ് ഓഫ് അയോണിക് ക്യാരക്ടർ, അതൊരു ഇക്വേഷൻ പോലെ സാർ എഴുതാം. പെർസെൻറ്റേജ് ഓഫ് അയോണിക് ക്യാരക്ടർ, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 16 ഡെൽറ്റ പ്ലസ് 3.5 ഡെൽറ്റ സ്ക്വയർ
എന്താ ഇക്വേഷൻ? 16 ഡെൽറ്റ പ്ലസ് 3.5 ഡെൽറ്റ സ്ക്വയർ. മക്കളെ ഡെൽറ്റയാണ് ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് അയോണിക് ക്യാരക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് അയോണിക് ക്യാരക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 16 ഡെൽറ്റ പ്ലസ് 3.5 ഡെൽറ്റ സ്ക്വയർ. ഡെൽറ്റയാണ് അവർക്കിടയിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം. കോമ്പൗണ്ട്സ് ഓഫ് മഗ്നീഷ്യം ലൈക്ക് മഗ്നീഷ്യം ഹൈഡ്രൈഡ്, മഗ്നീഷ്യം ഫ്ലൂറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം കാർബൈഡ് തുടങ്ങിയ ആളുകളെ എടുക്കുകയാണെങ്കിൽ ഇവർ എന്ത് നേച്ചർ കാണിക്കും? അയോണിക് നേച്ചർ കാണിക്കും. സിമിലർലി കോമ്പൗണ്ട്സ് ഓഫ് ബെർലിയം ഹാസ് ഓൺലി വൺ അയോണിക് കോമ്പൗണ്ട്. ബെർലിയം കാർബൈഡ് മാത്രമേ ഉള്ളൂ എന്ത്? ബെർലിയത്തിന്റെ കൂട്ടത്തിൽ അയോണിക് ക്യാരക്ടർ കാണിക്കുന്ന കോമ്പൗണ്ട്. ഓൾ ആസിഡ്സ് ആർ കോവാലന്റ് ഇൻ ഗേഷ്യസ് ഓർ പ്യുവർ സ്റ്റേറ്റ് ബട്ട് ഹാവ് അയോണിക് ആൻഡ് കണ്ടക്ടിങ് നേച്ചർ ഇൻ വാട്ടർ. അപ്പോൾ എല്ലാ ആസിഡുകളും ഇപ്പോൾ HF, HCl, HI, HNO3, H2SO4 തുടങ്ങിയ കുറേ ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവരെല്ലാവരും എന്ത് നേച്ചറാണ് കാണിക്കുന്നത്? കോവാലന്റ് നേച്ചറാണ് കാണിക്കുന്നത്, ഗേഷ്യസ് രൂപത്തിലും പ്യുവർ രൂപത്തിലും. എന്നാൽ വെള്ളത്തിൽ കലക്കുന്ന അവസ്ഥയിൽ ഇവരെന്ത് കാണിക്കും? അയോണിക് സ്വഭാവം കാണിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് മക്കളെ. ഏതാ? അപ്പോൾ ഇവർ അയോണിക് ക്യാരക്ടർ കാണിക്കുന്ന ഏതവസ്ഥയിലാണ്? അക്വ സ്റ്റേറ്റിൽ. പ്യുവർ സ്റ്റേറ്റിൽ ഇവരെന്തായിരിക്കും കാണിക്കുന്നത്? കോവാലന്റ് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട. ഓക്കെ, ക്ലിയർ ആണേ മക്കളെ? അപ്പോൾ നമ്മൾ വലിയ തരത്തിൽ ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. അടുത്ത നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യനുകളും കൂടെ വർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ടോപ്പിക്ക് സെറ്റാക്കാം. വിച്ച് കണ്ടീഷൻ ഫേവേഴ്സ് ദി ബോണ്ട് ഫോമേഷൻ? ബോണ്ട് ഫോമേഷനെ ഫേവർ ചെയ്യുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ് മക്കളെ? അട്രാക്ഷനും പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ അട്രാക്ഷൻ മാക്സിമം ആയിരിക്കണം, പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കണം. ഇങ്ങനെ പറയുന്ന ഓപ്ഷൻ 3 ഉണ്ട് മക്കളെ. ഓപ്ഷൻ 3 നമുക്ക് കാണാം. മിനിമം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് മാക്സിമം അട്രാക്ഷൻ വരുന്ന ഓപ്ഷൻ 3 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? രണ്ടാമത്തെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എലമെന്റ് വിൽ നെവർ ഒബേ ഒക്റ്ററ്റ് റൂള്? ഒക്റ്ററ്റ് റൂൾ ഒബേ ചെയ്യാത്ത, സോഡിയം ഒബേ ചെയ്യുന്ന ആളാണ്, ഫ്ലൂറിൻ ഒബേ ചെയ്യാൻ പറ്റും, സൾഫർ ഒബേ ചെയ്യാൻ പറ്റും, ഹൈഡ്രജൻ ഒബേ ചെയ്യാൻ പറ്റില്ല. സോ ഓപ്ഷൻ 4 ആണ് ഉത്തരം. കാര്യം മക്കളെ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 അല്ലേ? ഈ പറയുന്ന ഹൈഡ്രജന് ഏറ്റവും മാക്സിമം മേടിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ, അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം എത്ര ഇലക്ട്രോണുകൾ ഒക്കുപ്പ് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോൺ. സോ ഒരിക്കലും അയാൾക്ക് ഒക്റ്ററ്റ് പറ്റില്ല. പക്ഷേ ഡുപ്ലറ്റ് കണ്ടീഷൻ ഓക്കെയാണ് കേട്ടോ. ഓക്കെ, സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് നോട്ട് ആൻ എക്സെപ്ഷൻ ടു ഒക്റ്ററ്റ് റൂൾ? ഒക്റ്ററ്റ് റൂളിനെ എക്സെപ്ഷൻ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മക്കളെ, SiCl4 സിലിക്കൺ ടെട്രാക്ലോറൈഡ് ഒക്റ്ററ്റ് റൂളിന് എക്സാമ്പിൾ അല്ല. കാര്യം സിലിക്കൺ സെൻട്രൽ ആറ്റമായിട്ട് ഇരിപ്പുണ്ട്. ഇതിന് ചുറ്റും 4 ഇലക്ട്രോൺ ഉണ്ട്, 4 ക്ലോറിൻ ആറ്റവും ഉണ്ട്. ഓക്കെ, അപ്പോൾ സിലിക്കൺ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തിന് എക്സെപ്ഷൻ അല്ല? ഒക്റ്ററ്റ് റൂളിന് എക്സെപ്ഷൻ അല്ല. സോ ഓപ്ഷൻ 2 SiCl4 സിലിക്കൺ ടെട്രാക്ലോറൈഡ് ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണേ? വിച്ച് അമോങ് ദ ഫോളോയിങ് ഷോസ് ദ ലിമിറ്റേഷൻ ഓഫ് ലൂയിസ് ഒക്റ്ററ്റ് റൂള്? ലൂയിസ് ഒക്റ്ററ്റ് റൂളിന് ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? NO, നൈട്രജൻ മോണോക്സൈഡ്. കാര്യം ഇതൊരു ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ഓക്കെ, ഇതൊരു ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ ഇതെന്തിന് നമ്മൾ ഒക്റ്ററ്റ് റൂളിന് ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പാൻഡഡ് ഒക്റ്ററ്റ്? എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8ൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആളെന്നല്ലേ മക്കളെ അർത്ഥം? അപ്പോൾ എക്സ്പാൻഡഡ് ഒക്റ്ററ്റിന് SF6 എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് ആണ്. PCl5 10 ഇലക്ട്രോൺ ഉണ്ട്, എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് ആണ്. H2SO4 എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് ആണ്. സോ നമുക്ക് പറയാം ഓൾ ഓഫ് ദീസ്. ഈ പറഞ്ഞ എല്ലാവരും എന്തിന് എക്സാമ്പിൾ ആണ്? എക്സ്പാൻഡഡ് ഒക്റ്ററ്റിന് എക്സാമ്പിൾ ആണ്. ഈ പറഞ്ഞ എല്ലാ ആളുകളുടെയും സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8ൽ കൂടുതൽ ഇലക്ട്രോണുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ ഇലക്ട്രോ വാലൻസി ഓഫ് ദ എലമെന്റ് ഈസ് ഈക്വൽ ടു. എന്താണ് ഇലക്ട്രോ വാലൻസി? നമ്മൾ ഈ പറയുന്ന പോലെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് വാങ്ങുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമല്ലേ? അപ്പോൾ നമുക്ക് പറയാം നമ്പർ ഓഫ് ഇലക്ട്രോൺ ലോസ്റ്റ് ഓർ ഗെയിൻഡ് ബൈ ദി ആറ്റം ഓഫ് ദി എലമെന്റ് ഡ്യൂറിംഗ് ദി ഫോർമേഷൻ ഓഫ് അയോൺ ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഒരാൾ വാങ്ങുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ഇലക്ട്രോ വാലൻസി എന്ന് പറയുന്നത്. ഓപ്ഷൻ 4 കാണാം മക്കളെ. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ?
ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അയോണിക് ബോണ്ട് ഫോർമേഷൻ ഇൻവോൾവ്സ് എലിമിനേഷൻ ഓഫ് പ്രോട്ടോൺ അല്ല, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ അല്ല, ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽ അല്ല, കംപ്ലീഷൻ ഓഫ് ഒക്ടറ്റ്. ഓപ്ഷൻ 4 തന്നെയാണ് ഉത്തരം. അയോണിക് ബോണ്ട് ഫോർമേഷൻ ഇൻവോൾവ്സ് കംപ്ലീഷൻ ഓഫ് ഒക്ടറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ബോൺ ഹേബർ സൈക്കിൾ ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡിറ്റർമിൻ. ബോൺ ഹേബർ സൈക്കിൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മക്കൾ ഉപയോഗിക്കുന്നത്? ലാറ്റൈസ് എൻതാൽപ്പി. അടുത്ത ലെക്ചറിൽ നമ്മൾ ലാറ്റൈസ് എൻതാൽപ്പിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അവിടെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, ലാറ്റൈസ് എൻതാൽപ്പി. ഓക്കെ ആണ്. ആൻ അയോണിക് കോമ്പൗണ്ട് A+B- ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി ഫോംഡ് വെൻ അയണൈസേഷൻ എനർജി ഓഫ് എ ഈസ് ലോ. ശരി, എ പോസിറ്റീവ് അല്ലേ? അയണൈസേഷൻ എനർജി കുറവ്, നല്ല കാര്യമാണ്. ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ബി ഈസ് ഹൈ. ബി നെഗറ്റീവ് അയോൺ അല്ലേ? അതും ശരി. ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ബി ഈസ് ലോ, തെറ്റ്. സോ ബോത്ത് 1 and 2 ആണ് ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ബോത്ത് 1 and 2 ആണ് ശരി ഉത്തരം. അയണൈസേഷൻ എനർജി, പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ് എ, അയാളുടെ അയണൈസേഷൻ എനർജി കുറവായിരിക്കണം. നെഗറ്റീവ് ചാർജ് ഉള്ള ആളാണ് ബി, അയാളുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലായിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആസ് കമ്പയർഡ് ടു കോവാലന്റ് കോമ്പൗണ്ട്, ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് ജനറലി പൊസസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ ബോയിലിംഗ് പോയിന്റ്. മക്കളെ, MP എന്ന് വെച്ചാൽ മെൽറ്റിംഗ് പോയിന്റ് ആണ്, BP എന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് ആണ്. അയോണിക് കോമ്പൗണ്ടുകളെ എല്ലാവരുടെയും മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കൂടുതലായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക. ഓപ്ഷൻ 1 കാണാൻ പറ്റും. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, നല്ലപോലെ പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായോ? സംശയമുള്ളതെല്ലാം നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നല്ലപോലെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ മക്കളെ, നിങ്ങൾ എഫേർട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ളൊരു ആശംസ നേരുന്നു. നല്ലപോലെ പഠിക്കുമെന്ന് എനിക്കറിയാം. DPP ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ടോപ്പിക്കുകളുമായിട്ട് കാണാം. ഓക്കെ, നല്ലപോലെ പഠിക്കണേ മക്കളെ. താങ്ക് യു. ടാറ്റാ.